അന്യപ്പെട്ടു പോകുമ്പോൾ അന്യപ്പെട്ടു പോകുന്ന മനുഷ്യന് താത്കാലികമായി ദൈവ സാന്നിധ്യത്തോട് അടുത്തു വരുവാൻ ദൈവം നൽകിയ ഗുണീകരണ കാലത്തേക്കുള്ള വ്യവസ്ഥയാണ് പുരോഹിതനും ന്യായപ്രമാണവും യാഗവുമെങ്കിൽ പുരോഹിതനിലൂടെ നൽകപ്പെട്ട പ്രമാണം ജനത്തെ ഗ്രഹിപ്പിച്ച് ദൈവനീതിയിൽ പ്രമാണത്തിന്റെ ലംഘനം പാപമാകയാൽ പാപത്തിന്റെ ശമ്പളം മരണമാകയാൽ ആ മരണത്തിൽ നിന്ന് താത്കാലിക നീക്കുപോക്ക് ലഭിക്കേണ്ടതിന് അവൻ കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് അവന് പകരം ഊനമില്ലാത്ത നിർദോഷിയായ ഒരു കൊല്ലപ്പെടുന്നതിലൂടെ പ്രായശ്ചിത്തമാകുന്നതിലൂടെ താത്കാലികമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പ്രവേശനം സാധ്യമാക്കിയെങ്കിൽ ആ പ്രവേശനത്തിന് സാധാരണക്കാരന് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ അവന്റെ ലംഘനം അവനെ ഭീതിപ്പെടുത്തുമ്പോൾ അധൈര്യപ്പെടുത്തുമ്പോൾ അവൻ പ്രായശ്ചിത്ത മൃഗത്തെ പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് പ്രാകാരത്തിന് വെളിയിൽ നിൽക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കൃപാസനത്തിലേക്ക് സംവത്സരത്തിൽ ഒരിക്കൽ കടന്നു പോകുന്ന മഹാപുരോഹിതൻ അവനു വേണ്ടിയും തനിക്കു വേണ്ടിയും പ്രായശ്ചിത്ത രക്തം അർപ്പിച്ചുകൊണ്ട് കൃപാസനത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടിയുള്ള വാഞ്ചയും താത്കാലിക ക്രമീകരണത്തിന്റെ വ്യവസ്ഥയും നിവർത്തിച്ച് സംതൃപ്തി അടയുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ഒരിക്കലായി നമുക്ക് വേണ്ടി ദൈവ കുഞ്ഞാടായി വെളിപ്പെട്ടു വന്ന ഏക പുരുഷനെന്ന് ആദാമ്യ കുലത്തിൽ സംബോധന ചെയ്യുവാൻ യോഗ്യതയുള്ള ഏക പൂർണ്ണതയുള്ള വ്യക്തിയായ ക്രിസ്തു ഏകന്റെ ലംഘനത്താൽ സകലരും പാപികളായതുകൊണ്ട് ഏകന്റെ അനുസരണം നിമിത്തം വിശ്വസിക്കുന്ന സകലത്തും നീതീകരണവും വിശുദ്ധീകരണവുമാകുവാൻ ആ ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതിന് പരിണിത ഫലമായി ദൈവ സന്നിധിയോട് അഥവാ സത്യ കൂടാരത്തോട് സാക്ഷാൽ ദൈവത്തിന്റെ ആ സത്യ കൂടാരത്തിലേക്ക് പ്രവേശനം ആ പുത്രനിലൂടെ നമുക്ക് സാധ്യമാക്കി. അവിടേക്ക് ദൈവസന്നിധിയിൽ തത്സമയത്ത് സഹായത്തിനുള്ള കൃപയ്ക്കും കരുണയ്ക്കുമായി കടന്നു ചെല്ലുവാൻ ദൈവാത്മാവ് ദൈവദാസനിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ഈ രണ്ട് പദങ്ങളും നൽകപ്പെട്ട ആപ്തവാക്യത്തോട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുവാൻ ദൈവാത്മാവ് ഹൃദയത്തിൽ തന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ മുൻപിൽ ഒന്ന് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 7-ാം അധ്യായത്തിലാണ് എബെനേസർ എന്ന പദം കാണുന്നത്. എന്താണ് ഈ എബെനേസർ എന്ന പദത്തോട് ബന്ധപ്പെട്ട് എബ്രായ ലേഖനത്തിലെ ഈ വാക്യത്തെ കണക്ട് ചെയ്യുവാൻ കഴിയുക? ഇവിടെ നൽകിയിരിക്കുന്ന 16-ാം വാക്യത്തിലെ 2 പദപ്രയോഗം അതുകൊണ്ട് കരുണ ലഭിപ്പാനും അടുത്തത് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനും നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലേണ്ടുന്നത് ഒന്ന് കരുണയ്ക്കാണ്, മറ്റൊന്ന് കൃപയ്ക്കാണ്. കരുണ എന്നതിന്റെ നിർവചനം അർഹിക്കപ്പെട്ടത് നൽകപ്പെടാതിരിക്കുന്നതാണ് കരുണ. വാക്ക് ശ്രദ്ധിക്കണം. അർഹിക്കപ്പെട്ടത് നൽകാതിരിക്കുന്നതാണ് കരുണ. ഏതർത്ഥത്തിൽ? അർഹിക്കപ്പെട്ടത് പാപത്തിന്റെ ശമ്പളമാകുന്ന ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷ നമുക്ക് നൽകാതിരിക്കുന്ന ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാണ് നമ്മോട് കാണിച്ച ദൈവത്തിന്റെ കരുണ. ദൈവം കൊടുത്ത പ്രമാണം അത് പെട്ടകത്തിലിരിക്കുമ്പോൾ അതിനോട് ലംഘനം ചെയ്ത് അതിനെ അവഹേളിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കി ഏനിയമവരുടെ അവന്റെ മക്കളും ദൈവാലയത്തിന്റെ പരിസരങ്ങളിൽ ഭക്തിയുള്ള ഒരു സഹോദരിക്ക് കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ നിയമത്തിന്റെ സകല സീമകളും ലംഘിച്ചു പോകുമ്പോൾ